പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ വീണ്ടും നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്തു. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് കാണുവാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. അതിനായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യും. യെശയ്യാപ്രവചനം 38 അധ്യായം 17 വാക്യത്തിൽ ഇങ്ങനൊരു വാക്ക് പറയുന്നു: സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹിസ്കീയാവിന് മരിക്കത്തക്കതായ രോഗം പിടിപെട്ട് ഭാരത്തിലായിരിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവിനെ ഹിസ്കീയാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് ദൈവം ചില അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ ചെയ്യുകയുണ്ടായി. തനിക്ക് മരണം സംഭവിക്കുമെന്ന് ദൈവാലോചന കേട്ട ഹിസ്കീയാവ് മുഖം ചുവൻ്റെ നേരെ തിരിച്ച് ദൈവത്തോട് തൻ്റെ ജീവിതത്തെക്കുറിച്ച്, തനിക്ക് സംഭവിച്ചു പോയ കുറവുകളെക്കുറിച്ചും അനുതപിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യെശയ്യാവിനെ മടക്കിവിട്ട് ദൈവം തൻ്റെ ആയുസ്സിനെ ദീർഘമാക്കിയ കാര്യം പറഞ്ഞു കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം ഹിസ്കീയാവ് പറഞ്ഞൊരു വാക്കാണ്: സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ ധാരാളം അനുഭവങ്ങളുണ്ട്. സ്വയം നമ്മൾ വരുത്തി വെച്ച കയ്പുകളും മറ്റുള്ളവരാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന കൈപ്പേറിയ അനുഭവങ്ങളും. സ്തോത്രം. നാം ആയിരിക്കുന്ന മേഖലകളിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. കയ്പുകൾ നിറഞ്ഞ സാഹചര്യം. നമുക്ക് മധുരം എല്ലാവർക്കും ഇഷ്ടമാണ്, എന്നാൽ കയ്പ് ഇഷ്ടമുള്ളവർ വളരെ അപൂർവം ആൾക്കാരേ ഉള്ളൂ. കാരണം കയ്പ് നമ്മളെ നിരാശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കയ്പ് നമ്മുടെ ഉള്ള സന്തോഷത്തെ നഷ്ടപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവത്തിലാണ് എത്തിക്കുന്നത്. എന്നാൽ ഇന്ന് പലകാലം ദൈവാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, ഈ ഹിസ്കീയാവ് എന്ന് പറയുന്ന ഈ ഭക്തനെ പോലെ തന്നെ നമ്മൾ ഹൃദയത്തിൽ തട്ടി പറയുവാൻ ഇടയായി തീരണം: എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കഷ്ടതകൾ, എനിക്ക് വന്ന ചില രോഗങ്ങൾ, എനിക്ക് വന്ന ചില നഷ്ടങ്ങൾ, എൻ്റെ ജീവിതത്തിൽ വന്ന കൈപ്പേറിയ അനുഭവങ്ങൾ, എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ ആത്മീക മണ്ഡലങ്ങളിലുമൊക്കെ എനിക്ക് സംഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങൾ എൻ്റെ ദൈവം എനിക്ക് സമാധാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എന്നെ എത്തിക്കാൻ വേണ്ടിയാണെന്ന് നാം പറയത്തക്ക നിലയിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ മനസ്സിനെ ഒരുക്കണം. കയ്പ് ദൈവം നൽകുന്നതാണ്. ആ ദൈവം നൽകുന്ന കയ്പ് നമുക്ക് ഒരു സന്തോഷകരമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പാട്ടുകാരൻ പറയാറുണ്ട്: ആദിയിങ്കൽ കയ്പാണെങ്കിലും അന്ത്യമോ മധുരമത്രേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്, പക്ഷേ ആദ്യകാലങ്ങളിലൊക്കെ അത് കൈപ്പേറിയ അനുഭവങ്ങളാണ്. ആദിമ പിതാക്കന്മാർ ധാരാളം കഷ്ടതയിൽ കൂടെ കടന്നതിന് ശേഷമാണ് അവർ ദൈവിക സന്തോഷത്തിലേക്ക് അവർക്ക് പ്രവേശിപ്പാൻ ഇടയായതെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കയ്പുണ്ടെങ്കിൽ, ചില കഷ്ടതയുണ്ടെങ്കിൽ, ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ, ചില വേദനകളുണ്ടെങ്കിൽ, ചില ദുഃഖങ്ങളുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്: ഈ കഷ്ടതയെല്ലാം മാറി, കയ്പെല്ലാം മാറി ഒരു സമാധാനമായ ഒരു അന്തരീക്ഷം ദൈവം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ആകയാൽ ഹിസ്കീയാവിനെ പോലെ നമുക്കും പറയാം: എൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ച ഈ കയ്പെല്ലാം എനിക്ക് സമാധാനത്തിനാണ് എന്ന് പറഞ്ഞ്, ദൈവിക സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മനസ്സിനെ ഒരുക്കിയാൽ ഇന്ന് പകൽക്കാലത്തെ കയ്പുകളെല്ലാം സന്തോഷമായി തീരും. വേദനയെല്ലാം നിങ്ങൾക്ക് അതേ സന്തോഷകരമായ ഒരു അനുഭവമാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരാൻ പോകുകയാണ്. ഈ ദൈവത്തിൽ വിശ്വസിക്കുക. കയ്പിനെ മാറ്റുന്ന, വേദനയെ മാറ്റുന്ന, കഷ്ടതയെ മാറ്റുന്ന ഒരു ദൈവം നിങ്ങളുടെ കരത്തെ പിടിച്ചിട്ടുണ്ട്. ആ കർത്താവ് പറയുന്നു: ഞാൻ സമാധാനത്തിൻ്റെ ദൈവമാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ നിത്യസമാധാനത്താൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.